മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ മുൻ പേഴ്സണൽ സ്റ്റാഫിന്റെ മൊഴി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ലൈംഗിക ആരോപണ കേസിൽ കുടുക്കുമെന്ന് ഗണേഷ് പലവട്ടം പറഞ്ഞിരുന്നതായി സുധീർ. മേഖലയിൽ 2011 മുതൽ 2023 വരെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു സുധീർ മലയിൽ. കൊട്ടാരക്കര കോടതിയിലാണ് ഗണേഷിനെതിരെ സുധീർ മൊഴി നൽകിയത്. സോളാർ പരാതിക്കാരിയുമായി ഗണേഷിന് അടുത്ത ബന്ധമെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഈ സോളാർ വിവാദം കത്തിനിന്ന സമയത്ത് വലിയ ആരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ. ഇപ്പോൾ ഈ ഗണേഷ് കുമാറിനൊപ്പം ഇത്രയും വർഷം പ്രവർത്തിച്ച സുധീർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മൊഴിയിൽ പറയുന്നത്? കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ സുധീർ മലയിൽ മൊഴി നൽകിയിട്ടുള്ളത്. അതായത് ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന കാലത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ലൈംഗിക ആരോപണ കേസിൽ കുടുക്കുമെന്ന് പലതവണ ആവർത്തിച്ച് ഈ പേഴ്സണൽ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ സാക്ഷി മൊഴിയായി നൽകിയിട്ടുള്ളത്. കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു മൊഴി തന്നെയാണ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. അതായത് ഈ സോളാർ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് നിരന്തരമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഔദ്യോഗിക വസതിയിലും ഓഫീസുകളിലും ഇവർ നിത്യ സന്ദർശകയായിരുന്നുവെന്നും സുധീർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ സോളാർ പരാതിയുമായി ബന്ധപ്പെട്ട ഈ ഗൂഢാലോചനയിൽ കൃത്യമായും ഗണേഷ് കുമാറിനെ പറ്റി ഈ സാക്ഷി മൊഴി പറയുന്നത് താൻ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ആ കാലത്ത്, അതായത് ഈ സമയത്ത് ഒട്ടനവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. അന്ന് ബാലകൃഷ്ണപിള്ള കത്ത് മുഖേന ഈ മന്ത്രിസഭയിൽ നിന്നും ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അന്ന് ഉമ്മൻചാണ്ടി സംരക്ഷിച്ചിരുന്നു. അതിനുശേഷം മറ്റ് പരാതികൾ ഉയർന്നു വന്നു. ഗാർഹിക പീഡന പരാതി ഉൾപ്പെടെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ, പിന്നീട് മറ്റ് ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് കെ.ബി. ഗണേഷ് കുമാറിനെ രാജിവയ്പ്പിക്കുന്നത്. ഈ രാജിവെച്ച ശേഷം പിന്നീട് ആ കേസ് ഒത്തുതീർപ്പാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം മന്ത്രിസ്ഥാനം തിരികെ നൽകിയില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ഉയർന്നു വന്നത്. അതായത് ഗണേഷ് കുമാറിന് ഉമ്മൻചാണ്ടി ഈ മന്ത്രിസ്ഥാനം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള കാര്യം അത് ലൈംഗിക ആരോപണ കേസ് മുഖേന പഠിപ്പിക്കുമെന്ന് പറഞ്ഞതായി ഈ സുധീർ മലയിൽ മൊഴി നൽകിയിട്ടുണ്ട്. അന്ന് ഈ 2011 മുതൽ 2013 വരെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു ഈ സുധീർ മലയിൽ. ഈ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ലൈംഗിക കേസിൽ കുടുക്കാൻ ഗണേഷ് കുമാർ ശ്രമിച്ചു എന്നാണ് ഗണേഷിന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുധീർ മലയിൽ വ്യക്തമാക്കുന്നത്. കൊട്ടാരക്കര കോടതിയിൽ നൽകിയ മൊഴിയിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്.